ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എക്സാം വൈ പസിൽ മാനിയ. സോ ഓൾറെഡി നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഏകദേശം 7ഓളം പസിൽസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 8ാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? യു ഹാവ് 1 hour glass style timer that can measure 4 minutes and another that can measure 7 minutes. Can you measure 9 minutes exactly? നമ്മുടെ കയ്യിൽ 2 ഹവർ ഗ്ലാസ് ഉണ്ട്. അതിൽ ഒന്നിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് 4 മിനിറ്റ് ആണ്, രണ്ടാമത്തേതിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് 7 മിനിറ്റ് ആണ്. അപ്പൊ ഈ 2 ഹവർ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് 9 മിനിറ്റ് മെഷർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ 9 മിനിറ്റ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ് ആണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ ഞാനിവിടെ കൃത്യമായിട്ട് 2 ഗ്ലാസും എഴുതുന്നുണ്ട്. 2 ഹവർ ഗ്ലാസിന്റെയും ആ ഒരു നെയിം കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു 4 മിനിറ്റ് എന്നുള്ള രൂപത്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് 7 മിനിറ്റ് ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനീഷ്യലി ചെയ്യാൻ പോകുന്നത് രണ്ടും ഒരേ സമയം തന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഹവർ ഗ്ലാസ് താഴെയാണ് ഫുൾ സാൻഡ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നേരെ തിരിച്ചു വെക്കും. അങ്ങനെയാണ് മുകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യും? സാൻഡ് ഇങ്ങനെ പതിയെ പതിയെ വരും. അപ്പൊ 4 മിനിറ്റ് എന്ന് പറയുമ്പോൾ മുകളിലുള്ള എല്ലാ സാൻഡും താഴേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് 4 മിനിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പൊ സാൻഡ് മുകളിൽ ഉണ്ടാവും. ആ മുകളിലുള്ള സാൻഡ് താഴേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന സമയമാണ്. ഈ ഒരു കേസിലാണെങ്കിൽ 7 മിനിറ്റും അതുപോലെ തന്നെ ഇതാണെങ്കിൽ 4 മിനിറ്റും ആണ് എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ഞാൻ ഇനീഷ്യലി രണ്ടും തിരിച്ചു വെച്ചു. അപ്പൊ എന്ത് ചെയ്യും? 4 മിനിറ്റ് കൊണ്ട് ഫസ്റ്റത്തത് കംപ്ലീറ്റ് ആവും. 4 മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആവും. ഇവിടെ 4 മിനിറ്റ് കംപ്ലീറ്റ് ആവും. ബട്ട് 3 മിനിറ്റ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ള അത്രയും സാൻഡ് ബാക്കി ഉണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റത്തെ ഈ ഒരു ഇത്രയും ഭാഗം ഞാനിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാണ്. 4 മിനിറ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് ടോട്ടൽ 9 മിനിറ്റ് ആണ് വേണ്ടത്. 4 മിനിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഒരു 3 മിനിറ്റില് ഇത് കംപ്ലീറ്റ് ആവും. കാരണം 7 ആണ് ഉണ്ടായിരുന്നത്, അതിൽ 4 ഇവിടെ ഓൾറെഡി കഴിഞ്ഞു പോയി. ഇനി ബാക്കി ഒരു 3 മിനിറ്റ് കൂടി ഉണ്ട്. ആ 3 മിനിറ്റ് എന്ത് ചെയ്യും? നെക്സ്റ്റ് ഒരു ഫേസിൽ കടന്നു പോകും. ആ ഒരു നെക്സ്റ്റ് 3 മിനിറ്റിൽ ഇവിടെ എത്ര കടന്നു പോകും? ഇവിടെയും 3 മിനിറ്റ് തന്നെയാണ് കടന്നു പോവുക. ബട്ട് ഈ ഒരു കേസിൽ ബാക്കി എത്ര ഉണ്ട്? ഒരു 1 മിനിറ്റ് ഉണ്ട് ആണല്ലോ. ബട്ട് ഇവിടെ ബാക്കിയൊന്നുമില്ല. ഇവിടെ ബാക്കി എന്ത് ചെയ്തു? അത് ഫില്ലായിട്ട് പോയി. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് 7 മിനിറ്റ് ഫുള്ളായിട്ട് കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് എത്ര മിനിറ്റ് ആണ് ടോട്ടൽ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്? ഇവിടെ നമ്മൾ 3 മിനിറ്റ് ആണ്. അപ്പൊ ഫസ്റ്റത്തെ ഫേസിൽ നമ്മൾ 4 മിനിറ്റ് ആണ് നോക്കിയത്, പിന്നെ ഒരു 3 മിനിറ്റ്. ഇപ്പൊ ടോട്ടൽ 7 മിനിറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് 2 മിനിറ്റ്സ് ആണ്. ഇപ്പൊ 7 മിനിറ്റിൽ നമ്മൾ കൃത്യമായിട്ട് എത്തി. ഇനി നമുക്ക് വേണ്ടത് 2 മിനിറ്റ് ആണ്. ഓക്കെ, ഇനിയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സൊല്യൂഷന്റെ ഏറ്റവും ട്വിസ്റ്റിംഗ് പാർട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി 1 മിനിറ്റിലേക്കുള്ള സാൻഡ് ബാക്കിയുണ്ട്. അതായത് 1 മിനിറ്റ് കൂടി എന്ത് ചെയ്യും? ആ ഒരു മുകളിൽ നിന്ന് താഴേക്ക് സാൻഡ് വീഴും. ഇവിടെയാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു സാൻഡ് ഫുള്ളായിട്ട് കഴിഞ്ഞു. 7 മിനിറ്റും കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ടൈം എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതെന്ത് ചെയ്യും? നമ്മൾ തിരിച്ചു വെക്കും. 7 മിനിറ്റിന്റെ ആ ഒരു ഹവർ ഗ്ലാസ് ജസ്റ്റ് തിരിച്ചു വെക്കും. അപ്പോ 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇവിടെയും 1 മിനിറ്റ് ആണ് കഴിഞ്ഞിട്ടുണ്ടാവുക. ഇവിടെയും 1 മിനിറ്റ് ആണ് കഴിഞ്ഞിട്ടുണ്ടാവുക. ദാറ്റ് മീൻസ് ടോട്ടൽ നമുക്കവിടെ 1 മിനിറ്റ് കൊടുക്കാൻ പറ്റും. കാരണം ആ ഒരു ഫേസിൽ നമ്മൾ ആകെ 1 മിനിറ്റ് എടുക്കുന്നുള്ളൂ. ഇനി ഇപ്പൊ ടോട്ടൽ എത്ര ടൈമായി? 4 + 3 + 1 8 മിനിറ്റ് ആയി. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് 1 നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ഇവിടെ നമുക്ക് ഈസിലി മനസ്സിലാക്കാം. കാരണം 4 കഴിഞ്ഞു, പിന്നെ ഒരു 3യും കഴിഞ്ഞു, 3 കഴിഞ്ഞു, ബാക്കി ഒരു 1 മിനിറ്റിലേക്കുള്ള സാൻഡ് മാത്രമാണ് മുകളിൽ ഉണ്ടാവുക. അത് താഴേക്ക് എത്തുന്ന സമയം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെയാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു 1 മിനിറ്റ് കഴിയുന്ന അതേ സമയത്ത് തന്നെ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മിനിറ്റ് കൃത്യമായിട്ട് കിട്ടും. ഇനി നമ്മൾ ആകെ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഇനി 4 മിനിറ്റിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് 8 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് 1 മിനിറ്റ് കൂടി കൃത്യമായിട്ട് അളന്നെടുക്കണം. ഈ ഒരു 1 മിനിറ്റിന്റെ സമയത്ത് നമ്മൾ ഇത് രണ്ടും എന്ത് ചെയ്തു? കൃത്യമായിട്ട് നമുക്കൊരു എൻഡ് പോയിന്റ് കിട്ടിയില്ലേ? ഇത് നേരെ തിരിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ 7 മിനിറ്റ് ആണ് ഉണ്ടായിരുന്നത്. 7 മിനിറ്റില് എന്ത് ചെയ്തു? 1 മിനിറ്റിനേക്കുള്ള സാൻഡ് താഴേക്ക് വന്നു. അത് നേരെ തിരിച്ചു വെക്കാം. അത് നേരെ തിരിച്ചു വെക്കുന്ന സമയത്ത് ആ 1 മിനിറ്റ് താഴേക്ക് വന്നത് എന്ത് ചെയ്യും? തിരിച്ച് മുകളിലോട്ട് തന്നെ അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് തന്നെ പോകും. ആ രൂപത്തിൽ നമുക്ക് 1 മിനിറ്റും എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ലാസ്റ്റത്തെ ആ ഒരു ഫേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു 4 മിനിറ്റിന്റെ ആ ഒരു ഹവർ ഗ്ലാസിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു 7 മിനിറ്റിന്റെ ആ ഒരു ഹവർ ഗ്ലാസ് മാത്രം ഇനഫ് ആണ്. അപ്പൊ അവിടെയും നമുക്ക് 1 മിനിറ്റ് കിട്ടും, 1 മിനിറ്റ് കിട്ടും. അങ്ങനെ ടോട്ടൽ നമുക്ക് എത്രയായി? 4 + 3 7 ആണ്. 7 + 1 8 ആണ്. 8 + 1 9 ആണ്.
അപ്പൊ കാര്യം സിമ്പിൾ ആണ്, രണ്ടും കൂടി ഒരേ സമയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 4 മിനിറ്റ് ആവുന്ന സമയത്ത് 4 മിനിറ്റിന്റെ ആ ഒരു ക്ലോക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് തീരും. അപ്പൊ ഇവിടെ 7 മിനിറ്റിന്റെ എത്ര ഉണ്ടാവും, 3 മിനിറ്റ് ബാക്കി ഉണ്ടാവും. ഈ 4 മിനിറ്റിന് നേരെ തിരിച്ചു വെക്കുക, നേരെ തിരിച്ചു വെച്ച് അടുത്തൊരു 4 മിനിറ്റും തീർക്കുക. അടുത്തൊരു 4 മിനിറ്റ് തീർക്കുന്ന സമയത്ത് 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് 3 മിനിറ്റിൽ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു വെക്കുക. പെട്ടെന്ന് തിരിച്ചു വെക്കുന്ന സമയത്ത് ഇവിടെ 4 മിനിറ്റ് ആവുമ്പോൾ ഇവിടെ 1 മിനിറ്റ് ആണ് ആയിട്ടുണ്ടാവും 7 മിനിറ്റിന്റെ ആ ഒരു ഹവർ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഇവിടെ 4 മിനിറ്റ് ആവുന്ന സമയത്ത് ടോട്ടൽ 4 + 4 8 മിനിറ്റ് ആയിട്ടുണ്ട്. നേരെ ഈ 1 മിനിറ്റ് ആയിട്ടുള്ള ഈ ഒരു 7 മിനിറ്റിന്റെ ഹവർ, അപ്പൊ 8 മിനിറ്റ് സമയത്ത് ഇവിടെ വെറും 1 മിനിറ്റ് ആയിട്ടുള്ള ഈ 7 മിനിറ്റിന്റെ ഹവർ ക്ലാസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെക്കുക. താഴേക്ക് വന്നിട്ടുള്ള ആ ഒരു 1 മിനിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ത് ചെയ്യും, മുകളിലോട്ട് അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തന്നെ വരും. അങ്ങനെ 1 മിനിറ്റ് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 8 + 1 9 മിനിറ്റ് നമുക്ക് ഈ 2 ഹവർ ക്ലാസ് വെച്ച് വളരെ ഈസി ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇവിടുത്തെ ഐഡിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരാം. ആൻ ആർച്ച് ഈസ് ഫോംഡ് ബൈ 9 ഈക്വൽ ബ്രിക്സ്, സോൾവ് ഫോർ ദ ആംഗിൾ എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആർച്ച് ഫോം ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ 9 ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലതും ഒരേ ലെങ്ത് ബ്രെഡ്ത്ത് കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊക്കെ ട്രപ്പീസോയിഡ്സ് ആണ്, അതായത് ഈ 2 സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ 2 സൈഡും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. ഓക്കെ, ഇത് ട്രപ്പീസോയിഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. ഇത് പെന്നും പേപ്പറും ഇല്ലാതെ തന്നെ ആക്ച്വലി നമുക്ക് ജസ്റ്റ് തിങ്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് ആക്ച്വലി ആൻസറിലോട്ട് എത്താൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ തിങ്കിങ് പ്രോസസ് അല്ലെങ്കിൽ തോട്ട് പ്രോസസ് എന്നുള്ളത് ജസ്റ്റ് താഴെ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. ആൻസറും അതുപോലെ കമന്റ് ആയിട്ട് അറിയിക്കുക. സോ ഇതുപോലെയുള്ള കൂടുതൽ പസിൽസിനായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പസിൽസ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എപ്പിസോഡ് 9 ഈ ഒരു ക്വസ്റ്റ്യന്റെ സൊല്യൂഷനുമായി കാണാം. ബൈ.